ബംഗ്ലാദേശിൽ നാളുകളായി മുസ്ലിം ഭീകര രാക്ഷസരെ ഹൈന്ദവ വേട്ട നടത്തുന്നു അവരുടെ വാസസ്ഥാനങ്ങൾ വിശ്വാസത്തിൻ മകുടങ്ങൾ തകർത്തു താണ്ഡവമാടുന്നു ജിഹാദി ഭീകര സത്വങ്ങൾ അമ്മമാരുടെ തലകൾ വെട്ടി കുരുതി നടത്തി ചോരപ്പുഴകൾ ഒഴുക്കുന്നു ചുടലകളങ്ങൾ തീർക്കുന്നു ഭീകരവേട്ട കൂട്ടക്കുരുതും ജമാഅത്തെ ഇസ്ലാമി IS അസുരക്കാട്ടന്മാർ മതവരെ മുണ്ടും ഉരണ്ടും ജനിച്ച് ഉറഞ്ഞുതുള്ളും വേതാളങ്ങൾ അലറി വിളിച്ചും മറുകൊല ചെയ്തും മണ്ണിൽ നരകം പണിയുന്നു പ്രതികരിക്കുക ഒന്നായി ഒറ്റക്കെട്ടായി നമ്മൾ പ്രതിരോധത്തിൻ ദുർഗം പണിയുക വേട്ടപ്പട്ടികൾ കടിച്ചു കീറും നമ്മുടെ ബന്ധുജനങ്ങൾക്കാകെ രക്ഷാകവചം തീർക്കാനായി പടയണി ചേരാം സോദരരെ അവർക്കു തടവറ തീർക്കുന്നവരെ ബംഗ്ലാദേശിലെ ഭരണക്കാരെ ജിഹാദ് സൈനിക പാലികരെ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം അടിവരട്ടു പറഞ്ഞേക്കാം ഭാരത സംസ്കാരം, സനാതനധർമ്മം, ഹൈന്ദവധർമ്മം ഈ ലോകത്തെ മുഴുവനും ഒന്നായി കാണുന്നത്, എല്ലാവരെയും ഏകോദര സഹോദരങ്ങളായി കാണുന്ന, എല്ലാ ചരാചരങ്ങളിലും സർവേശ്വരനെ ദർശിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാന്റെ ശരീരമായി കണ്ട്, വിരാട് സ്വരൂപമായി കണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന, യാതൊരു വിഭാഗീയതയും ഇല്ലാത്ത സർവസമാശ്ലേഷിയായ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് എന്നത്തെ മോഡേൺ ഭാഷയിൽ പറയാവുന്ന മഹത്തായ ദർശനം, മഹത്തായ സംസ്കൃതി, മഹത്തായ ധർമ്മമാണ്. ആ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റെല്ലാ ധർമ്മങ്ങളും അതോടുകൂടി ഇല്ലാണ്ടായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിയും, നമുക്ക് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അക്രമങ്ങള്, പ്രത്യേകിച്ചും ഹൈന്ദവ സംസ്കാരത്തിനെതിരെ, പ്രത്യേകിച്ചും ഇസ്കോണിലെ ആ സ്വാമിമാരെ ജയിലിട്ട് പീഡിപ്പിക്കുക,
ഇതെന്തുകൊണ്ട് അദ്ദേഹം അവിടെ ആ ന്യൂനപക്ഷമായ നമുക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തി എന്നുള്ളത് ഇസ്കോൺ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായ സേവനങ്ങള് മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ സമാജത്തെ ജാതി മതഭേദമന്യേ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവിനെയാണ് പീഡിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ സഹിക്കാൻ പറ്റാത്തതാണിത്. ഇവിടെ സൂചിപ്പിച്ച മാതിരി എല്ലാം ഒന്നേ പറയുവാനുള്ളൂ, ഇന്ന് ബംഗ്ലാദേശ് ആണെങ്കിൽ നാളെ കേരളമായിരിക്കും. മതേതരത്വത്തിന്റെ മയക്കുമരുന്ന് നൽകി അത് കഴിച്ച് ഉറക്കം നടിക്കുന്ന മതേതരത്വത്തിന്റെ ഹിന്ദുക്കളോട് മാത്രമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, ബംഗ്ലാദേശിലെ രാക്ഷസന്മാരോടല്ല. ആ മതേതരത്വത്തിന്റെ മയക്കുമരുന്ന് കഴിച്ച് ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തോട് പറയുകയാണ്, ഇന്ന് ബംഗ്ലാദേശ് ആണെങ്കിൽ നാളെ കേരളമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ കവിതയിൽ അവസാനത്തെ വരി പറഞ്ഞുകൊണ്ട് ഓടി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നാൽ ഇവിടെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഒരു സന്ദർഭം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 35 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഗുരുനാഥനായ സ്വാമിജി സന്യാസത്തിന് മുമ്പുള്ള പരിവ്രജന കാലഘട്ടത്തിൽ UP-യുടെ ഒരു തെരുവോരത്ത് കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ കെട്ടിടത്തിനകത്ത്, ഒരു സ്കൂൾ കെട്ടിനകത്ത് ഒരു അരോഗ ദൃഢഗാത്രനായ ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പത്നിയും യുവത്വം തുളുമ്പി നിൽക്കുന്ന 2 പെൺകുട്ടികളും അവിടെ വസിക്കുകയാണ്. അതിൽ ആ 2 പെൺകുട്ടികളും അടുത്തുള്ള പൈപ്പിൽ നിന്ന് തങ്ങളുടെ വസ്ത്രം പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കാത്ത അത്ര ദാരിദ്ര്യമാണ്. ഒരു വസ്ത്രത്തിന്റെ ഒരറ്റം പിടിച്ച് ആ പൈപ്പിൽ നിന്ന് കഴുകി അതിനെ ചുറ്റി മറുഭാഗത്ത് കഴുകുന്ന ഒരു ദാരുണമായ കാഴ്ച സ്വാമിജി കണ്ടു. അദ്ദേഹത്തോട് അല്പസമയം സംസാരിച്ചു. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ 40 ഏക്കർ ആപ്പിൾ തോട്ടമുള്ള കാശ്മീരിലെ ഒരു കാശ്മീരി പണ്ഡിറ്റായിരുന്നു. ഒരു ദിവസം ഒരു ഉച്ചനേരത്ത് അവിടെ ഭീകരന്മാർ ആയുധങ്ങളുമായി വന്നിട്ട് എന്നെയും എൻ്റെ ഭാര്യയെയും കെട്ടിയിട്ട് എൻ്റെ 2 മക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ഒരു നിമിഷം ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ? പക്ഷേ അത് ഈ ഭീകരന്മാരോട് പരാജയമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് രാമാനും രക്ഷപ്പെട്ടു. അങ്ങനെ ഇന്നിപ്പോ ഇവിടെ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിൽ ഇവിടെ ഷെഡിൽ കഴിയുകയാണ്. ഇത് ഇവിടെ നടന്നിരുന്ന സംഭവമാണ്. നേരിട്ട് ദൃക്സാക്ഷിയായ സ്വാമിജിയുടെ അനുഭവമാണ്. ഈ രീതിയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് ഭാരതത്തിലെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്നു. ലോകമാകമാനം പല സ്ഥലങ്ങളിലും ഹിന്ദു സമൂഹം അനുഭവിക്കുമ്പോൾ ഇത് ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ബംഗ്ലാദേശിൽ ഈ തരത്തിലുള്ള അനുഭവം വരുമ്പോൾ ഇത് നാളെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ജാഗരണത്തോടുകൂടി ഇത് മുഴുവൻ ഭാരതീയരുടെ സ്നേഹത്തിലും ധർമ്മത്തിലും വിശ്വസിക്കുന്ന നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന മതങ്ങളുടെ മാതാവായിട്ടുള്ള ഒരു ധർമ്മത്തിന് നേരെ നടക്കുമ്പോൾ ഇത് നമ്മുടെ ഒക്കെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയത് കേവലം ഹിന്ദുക്കളുടെയല്ല, ധർമ്മം കാക്ഷിക്കുന്ന, സമാധാനം കാക്ഷിക്കുന്ന മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരുടെയും ധീരമായ ഇടപെടൽ ഇതിനുണ്ടാവണം. ഒരു ജനകീയ ഗവൺമെന്റ് ഒരു നിയമം, ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് എത്രയുണ്ട് എന്ന് പരിശോധിക്കും. ആ പരിശോധനയുടെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഭാരതമാകമാനം ഇന്ന് ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത്. ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ സമൂഹം ഞങ്ങൾ കൂടെയുണ്ട്, അതിശക്തമായിട്ട് ബംഗ്ലാദേശിൽ ഇടപെടണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ ഒരു സമ്മേളനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഏതായാലും ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ. ഐക്യദാർഢ്യ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറണം. അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിലെ പീഡിതരായിരിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് ഹിന്ദു വിശ്വാസികൾ, അവരുടേതായിട്ടുള്ള ഗൃഹങ്ങളും ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ പെൺകുട്ടികളുടെ മാനവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട്, ജീവനും നഷ്ടപ്പെട്ടുകൊണ്ട് ഗോഹത്യ എത്രയോ നടക്കുന്നു. അവരൊക്കെ നടത്തുന്നതായിട്ടുള്ള ഗോശാലകളെല്ലാം കടന്ന് ആക്രമിച്ച് ഗോക്കളെ വധിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന രംഗങ്ങൾ നമുക്കിഷ്ടം പോലെ ഇന്ന് മാധ്യമങ്ങളിലൂടെ കാണാനുണ്ട്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമസ്കാരം. നാം ഇന്നിവിടെ ഐക്യദാർഢ്യം ബംഗ്ലാദേശിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, ബംഗ്ലാദേശിലെ പീഡനം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്
ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൂടിയിരിക്കുന്നത്. 1971 ഈ ബംഗ്ലാദേശിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയിട്ട് ഇവിടുത്തെ 4000-ഓളം ജവാന്മാര് ജീവത്യാഗം ചെയ്ത് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് ബംഗ്ലാദേശില് ഹിന്ദു വംശഹത്യ, അതുപോലെ ക്രിസ്ത്യൻ മതക്കാർക്കെതിരെയായിട്ടുള്ള ഭീഷണികൾ ഇത് നടമാടുമ്പോഴാണ് ഇന്ന് ലോകം മുഴുവനും വേറൊരു തരത്തിൽ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ആ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധിക്കുവാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എന്താ ബംഗ്ലാദേശിൽ നടക്കുന്നത്? പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന മുജിബുർ റഹ്മാന്റെ കാലഘട്ടത്തില് ബംഗ്ലാദേശ് രൂപീകരണത്തിന് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഒരു പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അത് കോടതിയുടെ വിധി പ്രകാരമാണ്. പക്ഷെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി ശക്തിയെ അഴിച്ചുവിട്ടു. പക്ഷെ വിദ്യാർത്ഥികളുടെ സമരം അല്ലായിരുന്നു ലക്ഷ്യം. പ്രക്ഷോഭകര് പ്രധാനമന്ത്രിയുടെ ഭവനം വളയുകയും പ്രധാനമന്ത്രി ഒരു പ്രകാരത്തിൽ ഭാരതത്തിലേക്ക് രക്ഷപ്പെടുകയും ചെയ്ത സമയത്താണ് പിന്നെ അരങ്ങേറിയത് കൂട്ടക്കുരുതികളായിരുന്നു. അത് ഹിന്ദുക്കൾക്ക് എതിരായിരുന്നു. 1921 ഖിലാഫത്തിന്റെ പേരിലായിരുന്നു മലപ്പുറം ജില്ലയില് ഹിന്ദുക്കൾക്കെതിരെ കൂട്ടക്കുരുതി നടത്തിയത്. എല്ലാ കാലഘട്ടത്തിലും ലോകത്തെ എല്ലാ ഭാഗത്തും ഹിന്ദുക്കൾക്കെതിരെയാണ് അവസാനം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി വരുന്ന പ്രക്ഷോഭങ്ങൾ തിരിയുക. അതുപോലെ ബംഗ്ലാദേശിൽ ഇന്ന് ഒന്നടങ്കം ഹിന്ദുക്കളെ നശിപ്പിക്കണം എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയിട്ട് അവിടുത്തെ ജനത, മുസ്ലിം ജനത വിഭാഗം ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം, അവര് ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവില് അവർ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് തെരുവിൽ നൃത്തം ചെയ്ത് ആനന്ദ നൃത്തം ചെയ്ത് നടക്കുന്ന ആ കൂട്ടര്, ആ സ്വാമിമാര് അവിടെ നിലനിൽപ്പില്ല എന്ന് വന്നപ്പോൾ ശക്തമായിട്ട് പ്രതികരിച്ചു. ചിന്മയ സ്വാമി, അവിടുത്തെ ചിന്മയ കൃഷ്ണ പറഞ്ഞത്, പവിത്രമായ ഹരിത പതാക അതിൻ്റെ നടുക്കിരിക്കുന്ന ആ രക്തപങ്കിലമായ കുങ്കുമപ്പൊട്ട് പോലെയുള്ളത് അനവധി ഹൈന്ദവര് ആ കൂട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് സമർപ്പിച്ചതിന്റെ പ്രതീകമാണ് എന്നാ പറഞ്ഞത്. പക്ഷേ ആ സ്വാമി ചിന്മയെ രാജ്യദ്രോഹ കുറ്റത്തിനാണ് തൂങ്ങിലടച്ചത്. അദ്ദേഹത്തെ ജാമ്യം എടുക്കാനായിട്ട് പോയ അവിടുത്തെ അഭിഭാഷകനെ തൂക്കിക്കൊന്നു. മറ്റു ചില അഭിഭാഷകരെ ജയിലിലടച്ചിരിക്കുകയാണ്, തുറുങ്കിലടച്ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് അനവധി സന്യാസിവര്യന്മാരെ അകത്താക്കിയിരിക്കുന്നു. അവിടെ ഗോക്കൾക്ക് പോലും ഗത്യന്തരമില്ല. ഗോക്കളെയൊക്കെ നിർദ്ദയം ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരുടെ ഗോശാലകളില്, ഹൈന്ദവരുടെ ഗോശാലകളിൽ കയറിയിട്ട് നിർദ്ദയം തല്ലിക്കൊല്ലുന്നു. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു കാണും. ഇത്ര ക്രൂരമായിട്ട് രാക്ഷസന്മാർ പോലും ചെയ്യാത്ത ഈ പീഡനം ഇത് എവിടെ നിന്ന് കിട്ടിയ തത്വശാസ്ത്രമാണ്? ഏത് മതത്തിന്റെ തത്വശാസ്ത്രമാണ്? ഈ കിരാത വംശം ഒരുപക്ഷെ രാവണന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാക്ഷസന്മാരെക്കാൾ കൂടുതൽ ദുഷ്ടാത്മാക്കളായിട്ട് ഒരു മൃഗങ്ങളോട് പോലും, അതുപോലെ കൊച്ചുകുട്ടികളോടും അമ്മമാരോടും നിർദ്ദയമായിട്ട് പെരുമാറുന്ന ഈ കൂട്ടര്, ഇത് ലോകത്തിന് ഭീഷണിയാ. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് കാതും എല്ലാം കൂർപ്പിച്ചിരിക്കുന്ന ആളുകൾ ലോകത്ത് ഇസ്രായേല്, ഗാസയില് ഹമാസിനെതിരെ പ്രതികരിച്ചപ്പോൾ, ഇസ്രായേലിലെ ജനതയെ ഹമാസ് കൂട്ടക്കുരുതിക്ക് തയ്യാറായപ്പോഴാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ആ സമയത്ത് ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ ദിനം എന്ന് പറഞ്ഞ ഈ ഭാരതത്തില് ഇവിടെ ചില ആളുകൾ, ബുദ്ധിജീവികളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശക്തമായിട്ട് ദിവസേന വിലപിക്കുന്നുണ്ടായിരുന്നു. ഇക്കൂട്ടര് ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബംഗ്ലാദേശ്, ആ ബംഗ്ലാദേശിൽ നിവസിക്കുന്ന ഈ നാട്ടിലെ ഹൈന്ദവ ജനത, അവർക്കെതിരെ അവിടെ കൂട്ടക്കുരുതികൾ അരങ്ങേറുമ്പോൾ നിശബ്ദമായിട്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്ത് നടക്കുന്നതായിട്ടേ അറിയില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അന്ന് ചെയ്യുമ്പോൾ
പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് അധപ്പതിച്ചിരിക്കുന്ന ഇക്കൂട്ടരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാവരും വെറും മൗനികളായിട്ട് നമ്മൾ വോട്ട് ചെയ്തു, നമ്മുടെ പണി കഴിഞ്ഞു, ഇനി എനിക്കെന്താ സുഭിക്ഷമായിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ജനങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിവെക്കണം. സകല വെല്ലുവിളികളെയും നേരിടാൻ സജ്ജമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന ജനതയ്ക്ക് മാത്രമേ ഭാവിയിൽ നിലനിൽപ്പുള്ളൂ. ഭാരതത്തിൽ ഇത് ബംഗ്ലാദേശിൽ മാത്രം കുടികൊള്ളുന്നതല്ല, ഭാരതത്തിൽ അരങ്ങേറാൻ പോകുന്നതിന്റെ തുടക്കമാണെന്ന് നാം തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഈ ഐക്യദാർഢ്യ സഭയുടെ സാംസ്കാരിക സഹ വിഭാഗ് സംഘാടക് ജയറാംജി, ഇവിടെ അനുഗ്രഹ ഭാഷണം നടത്തിയ സമയ ശേഷാനന്ദജി, ആദരണീയനായ നമ്മുടെ ഐക്യദാർഢ്യ ഭാഷണം നടത്തിയ കൃഷ്ണാനന്ദ സ്വാമികൾ, ദേവാനന്ദജി, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീരാമൻജി, ശ്രീ ആർ കെ 6 മാസക്കാലമായി ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, ഹിന്ദു വംശഹത്യക്കെതിരെ ലോകവ്യാപകമായുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതിനിടയിൽ നമ്മുടെ രാജ്യത്തും അതിശക്തമായ ജനകീയ മുന്നേറ്റങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. കേരളത്തിൽ നിന്ന് മിക്കവാറും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ, പ്രതിഷേധ സായാഹ്നങ്ങൾ നടക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അതിദയനീയമായ നരകയാതനകളെ കുറിച്ച്, അവർ നേരിടുന്ന പീഡന പർവ്വത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക കണക്ക് പ്രകാരം 1200 പേരാണ് അവിടെ ഇതിനകം കൊല ചെയ്യപ്പെട്ടത്. എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ആ കണക്ക് പുറത്തു വന്ന ഔദ്യോഗികമായ കണക്കാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ. ആരാണ് ഇതിന് ഉത്തരവാദി? പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോ അവിടെ ഇത് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതൃത്വത്തിലുള്ള ജിഹാദി കൂട്ടങ്ങളാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. പക്ഷെ ഈ എരുതിയിലേക്ക് ഈ ഹിന്ദുക്കളെ, നിരാലംബരായ നിസ്സഹായരായ ഈ ഹിന്ദുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുരുന്നുകളെ എറിഞ്ഞു കൊടുത്ത ശക്തികൾ ഏതാണ് എന്നുള്ളത് ശരിയാവണ്ണം പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്തരം ആവർത്തിച്ചു വരുന്ന ദുരനുഭവങ്ങളെ ചെറുക്കാൻ സാധ്യമല്ല. ശത്രു ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. ആരാണ് ഹിന്ദുവിന്റെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ശത്രു ആരെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ശത്രുവിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിലനിൽക്കണോ നശിക്കണോ എന്നുള്ളതാണ് ചോദ്യം.
നിലനിൽക്കണമെങ്കിൽ നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രു ആരാണ്? ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ അവസ്ഥ ഹിന്ദുക്കൾക്കുണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അന്ന് ദേശീയ പ്രസ്ഥാനം, എല്ലാവരും അണിനിരന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് നമ്മളോട്, ജനങ്ങളോട്, രാജ്യത്തോട്, ലോകത്തോട് പറഞ്ഞ വാഗ്ദാനം, ഞങ്ങളൊരു മതേതര സംഘടനയാണ്, ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് 1921 ഖിലാഫത്തിന്റെ സമരം, അത് കോൺഗ്രസ് നടത്തിയൊരു സമരമായിരുന്നു. ആ ഖിലാഫത്ത് എന്തിനു വേണ്ടി നടത്തിയാണെന്നൊക്കെ നമ്മൾക്കറിയാം. തുർക്കിയിലെ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തുടങ്ങിയ, മുസ്ലിങ്ങൾ തുടങ്ങിയ സമരമാണ് ഖിലാഫത്ത്, ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ. അങ്ങനെ ആരംഭിച്ച ആ സമരം, മുസ്ലിങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ അവരുടെ മതപരമായ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി മുസ്ലിങ്ങൾ ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖിലാഫത്ത് സമരം കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കോൺഗ്രസിന്റെ പിന്നിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അണിനിരക്കും എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് കോൺഗ്രസ് ഖിലാഫത്ത് സമരം ഏറ്റെടുക്കുന്നത്. ആ ഖിലാഫത്ത് സമരം നമ്മുടെ മലബാറിൽ, ഏറനാട്ടിൽ, വള്ളുവനാട്ടിലൊക്കെ എങ്ങനെയാണ് തിരിഞ്ഞുപോയത് എന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിലുണ്ട്. 10,000 ഹിന്ദുക്കളെയാണ്, 10,000-ത്തിലധികം ഹിന്ദുക്കളെയാണ് കൂട്ടക്കൊല ചെയ്തത് മുസ്ലിങ്ങൾ. ബ്രിട്ടീഷുകാരാണ് അവരുടെ ഖലീഫയെ പുറത്താക്കിയത്. തുർക്കിയിലാണ് സംഭവം. സമരം അവർക്കെതിരായിട്ടാണ്, പക്ഷെ കൊന്നത് ഹിന്ദുക്കളെയാണ്, ബലാത്സംഗം ചെയ്ത ഹിന്ദു പെൺകുട്ടികളെയാണ്, തകർത്തത് ഹിന്ദു ക്ഷേത്രങ്ങളാണ്, നിരാലംബരാക്കിപ്പെട്ടത്, ആട്ടിയോടിക്കപ്പെട്ടത്, അഭയാർത്ഥികളാക്കിയത് ഹിന്ദുക്കളെ. 50,000 ഹിന്ദുക്കളെയാണ് അഭയാർത്ഥികളാക്കിയത്. കോഴിക്കോടൊക്കെ പോയി അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ച് കോൺഗ്രസ് നടത്തിയ സമരമായിരുന്നു. ആ സമരം ജിഹാദികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അവര് ഹിന്ദു വംശഹത്യ നടത്തി. മലബാറിൽ, ഏറനാട്ടിൽ, വള്ളുവനാട്ടിലൊക്കെ ക്രൂര മുഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ വാർന്നെഴും ഏറനാട്ടിൽ എന്ന് തുടങ്ങിയിട്ട് ദുരവസ്ഥ എന്നൊരു കൃതി കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഇമ്മൂർഖർക്ക് ഈശ്വര ചിന്തയല്ലേ, ഹന്ത മതമെന്ന് ഓതുന്നല്ലോ ഇവർ എന്ന് ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ പറയുന്നു. മഹാത്മാഗാന്ധിജിയും അംബേദ്കറും സർദാർ വല്ലഭായ് പട്ടേലും അന്നത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെല്ലാവരും അവിടെ നടന്ന കിരാതമായ നടപടികളെ പിന്നീട് അപലപിച്ചു. ശരിയാണ്. പക്ഷേ നഷ്ടപ്പെട്ട ഹിന്ദുവിന് ആരെങ്കിലും സഹായത്തിന് വേണ്ടി എത്തിയോ? ഈ എരുതിയിലേക്ക് വലിച്ചെറിഞ്ഞെടുത്തോ കോൺഗ്രസുകാർ എവിടെയും കണ്ടോ? ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ മാധവൻ നായർ, KPCC സെക്രട്ടറി ആയിരുന്നു. അവസാനം ജിഹാദികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെയും ഭീഷണിപ്പെടുത്തി. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? ഹിന്ദുവിനെ രക്ഷിക്കാൻ ഇവരാരെങ്കിലും വന്നോ? സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസുകാരെ പിന്നെ കണ്ടോ? എല്ലാം ഓടി ഒളിച്ചു. ഹിന്ദുക്കളെ കൂട്ടക്കുരുതിക്ക് തള്ളി വിട്ടുകൊണ്ട് അവരെല്ലാം ഓടി ഒളിക്കുകയായിരുന്നു. പക്ഷെ കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ മതേതരത്വം സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം. ദ്വിരാഷ്ട്രവാദം എന്നാൽ അങ്ങനെയാണ് വരുന്നത്. ഇന്ത്യ 2 രാഷ്ട്രമാണ്. ഹിന്ദുക്കൾക്ക് വേറെ രാഷ്ട്രമാണ്, ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ കൂടെ കഴിയാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചു. മുഹമ്മദ് അലി ജിന്ന ആരംഭിച്ച ദ്വിരാഷ്ട്രവാദം ശക്തമായി. എന്താണ് കോൺഗ്രസ് ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞത്? ഗാന്ധിജി, മഹാത്മാഗാന്ധിജി പറഞ്ഞത് ചരിത്രരേഖകളാണല്ലോ. എന്റെ ശവശരീരത്തിൽ ചവിട്ടി മാത്രമേ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കൂ. ഇംപോസിബിൾ എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്.
ഒരിക്കലും നടക്കില്ല, അസാധ്യമാണ് എന്നായിരുന്നു ഹിന്ദുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. പക്ഷെ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി നേരം പുലരുമ്പോ എന്താ സംഭവിച്ചത്? അതിന്റെ ഒരാഴ്ച മുമ്പ് ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുകാരും മൗണ്ട്ബാറ്റനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം വലിയൊരു മേശക്ക് ചുറ്റുമിരുന്ന് ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടം ആ മേശമേലെ വിരിച്ച് ഹിമാലയം തൊട്ട് അങ്ങനെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ അങ്ങനെ ഒരു ചുവന്ന മഷി കൊണ്ട് ആ ഭൂപടത്തിലൂടെ വരച്ച് 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 ഈ 2 രാഷ്ട്രമാക്കി മാറ്റാനുള്ള രേഖ വരയ്ക്കുകയാണ്. ചിലയിടത്തെത്തുമ്പോ തർക്കമുണ്ട്, അപ്പൊ അപ്പുറത്തേക്കാവും, ഞങ്ങൾക്ക് വേണമെന്ന് അവർ പറയും, അപ്പുറത്തേക്കാവും, അങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോയാണ്. ആഗസ്റ്റ് മാസം 13-ാം തീയതി ആവുമ്പോഴത്തേക്ക് ഏകദേശം രേഖ പൂർത്തിയാവുകയാണ്. അവസാനം ജിന്ന വീണ്ടും മുടക്കുകയാണ്. വീണ്ടും മുടക്കിയിട്ട് പറഞ്ഞൊരു കാര്യം, മുസ്ലിങ്ങളുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയും ഭൂമി തന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഹിന്ദുക്കളുണ്ട് ആ പ്രദേശത്ത്, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയും കൂടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ കോൺഗ്രസ്സുകാരൻ നെഹ്റു ഒക്കെ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ലല്ലോ, ഇപ്പുറത്ത് മുസ്ലിങ്ങളുണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേക ഭൂമിയൊന്നും ചോദിച്ചില്ലല്ലോ. ജിന്ന പറഞ്ഞത് അതൊക്കെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ജിന്ന പറഞ്ഞത് ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയ ചരിത്രരേഖകൾ വെച്ച് എഴുതിയ പുസ്തകമാണ്. ജിന്ന പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. അവസാനം ജിന്നയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആസാമിലെ 2 ജില്ലയും പഞ്ചാബിലെ 2 ജില്ലയും ബംഗാളിലെ 2 ജില്ലയും കൂടി പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾക്ക് വേണ്ടി അതിർത്തി വരച്ചത് മാറ്റി വരച്ചിട്ട് 6 ജില്ലയും കൂടി അപ്പുറത്തേക്ക് കൊടുത്തു. ഇന്നത്തെ പോലത്തെ ചെറിയ ജില്ലയല്ല, വലിയ ജില്ലയാണ്. ആ ജില്ലയും കൂടി പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾക്ക് വേണ്ടി കണക്ക് പറഞ്ഞ് വാങ്ങി പാകിസ്ഥാന് വേണ്ടി മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന പാകിസ്ഥാനിൽ പോകാതെ പാകിസ്ഥാന് വേണ്ടി വാദിച്ച, പാകിസ്ഥാന് വേണ്ടി പോരാടിയ, പാകിസ്ഥാന് വേണ്ടി സമരം ചെയ്ത, മുദ്രാവാക്യം പിടിച്ച മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നാൽ പിന്നെ ഭൂമി വേണമെന്ന് ഇവിടുത്തെ കോൺഗ്രസുകാർ മിണ്ടിയോ? ജിന്നയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കിയ നെഹ്റുവാദികളായ കോൺഗ്രസുകാർ ഒരക്ഷരം മിണ്ടിയില്ല. പാകിസ്ഥാനിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ ചോദിച്ച ജില്ലകൾ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതായത് അന്നത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ അവശേഷിച്ച ഒരൊറ്റ മുസ്ലിമിനും ഒരു തുണ്ട് ഭൂമിക്കും ഈ രാജ്യത്ത് അധികാരമില്ല, അവകാശമില്ല. മറിച്ച് അപ്പുറത്ത് പാകിസ്ഥാനിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, അവർക്ക് അവിടെയുള്ള മുസ്ലിങ്ങൾക്കുള്ള അതേ അവകാശമുണ്ട്. പാകിസ്ഥാൻ നേതാക്കന്മാർ ഇന്ത്യയിൽ നിന്ന് കണക്ക് പറഞ്ഞ് അവകാശം പറഞ്ഞ് അവരുടെയും തലയെണ്ണിയിട്ട് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് പ്രകാരമല്ല അവരാ രാജ്യത്ത് പെട്ടുപോയത്, അവരുടെ ദുര്യോഗമായിരുന്നു അത്. അതിവിടത്തെ ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിച്ച കോൺഗ്രസുകാരുടെ എക്കാലത്തെയും വഞ്ചനയുടെ ഭാഗമായാണ് അവരാ രാജ്യത്ത് പെട്ടുപോയത്. അങ്ങനെ ആ രാജ്യത്ത് പെട്ടുപോയ ആളുകൾ അവരങ്ങനെ വെറുതെ പോയി ഓശാരത്തിന് പോയതൊന്നല്ല, അവരുടെയും കൂടി ഭൂമി ചോദിച്ചു വാങ്ങിയാണ് ആ രാജ്യത്ത് അവരെ നിലനിർത്തി അവരെ സംരക്ഷിക്കേണ്ടിയിരുന്നു. ഇവിടെ എന്തായി? ഇവിടെ നമ്മുടെ പുരോഗമന മതേതര സാർവലൗകിക അന്താരാഷ്ട്ര നേതാക്കന്മാരാണല്ലോ ഇവിടത്തെ ഭരണകർത്താക്കൾ, നെഹ്റു ഒക്കെ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചു ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കും. കണക്ക് പറഞ്ഞ് അധിക ഓഹരിയും വാങ്ങി തങ്ങളുടെ ഭൂഭാഗം കൈവശപ്പെടുത്തി അവരെന്ത് ചെയ്തു? അവരവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ കൊടുത്തോ?
അവരെ സംരക്ഷിക്കാനുള്ള വകുപ്പുകൾ എന്തെങ്കിലും ചെയ്തോ? ആ ഹിന്ദുക്കളെ കുറിച്ച് ഇവിടുത്തെ നേതാക്കന്മാർ മിണ്ടിയോ? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത്, അന്നത്തെ പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് 13% ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ക്ഷമിക്കണം, 18% ഹിന്ദുക്കളുണ്ട്, അവരെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അവർക്ക് ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്ക് അവകാശങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് ബൗദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്ത്യനുണ്ട്. അവരുടെ കാര്യമൊന്നും മിണ്ടിയില്ല. ജിന്നയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അവകാശവും അനുവദിക്കാതെ അവരൊരു ഇസ്ലാമിക രാജ്യമായി മുന്നേറി. ഇപ്പുറത്തെ കഷ്ണം മതേതരമാക്കി. മതേതരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മതേതരം എന്ന് പറഞ്ഞാൽ? മതേതരത്വത്തെ കുറിച്ച് ഇവിടെ വായിട്ട് അലക്കുന്നുണ്ടല്ലോ കുറെ ആളുകൾ. ഇപ്പൊ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോ മതേതരത്വം ജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയ ആള്, അതായത് കേരള നിയമസഭയിലെ ആദ്യത്തെ SDP അംഗം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലോ. അപ്പൊ മതേതരത്വം ജയിച്ചു എന്നാ പറഞ്ഞത്. എന്താ മതേതരത്വം പറഞ്ഞാൽ? കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ചവിട്ടി താത്തുക എന്നുള്ളതാണ് മതേതരത്വം. മുസ്ലിങ്ങൾക്ക് നക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഭാഷയിലെ മതേതരത്വം. അതാണ് മതേതരത്വം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ച എന്താ? ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്താ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. നാളെ മറ്റന്നാളൊക്കെ പാർലമെന്റിൽ, രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലുമൊക്കെ അവിടെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടും. എന്താ ആമുഖത്തിൽ പറയുന്നത്? ആമുഖത്തിൽ പറയുന്നത് സമത്വമാണ്. ഭാരതത്തിലെ എല്ലാ പൗരന്മാരോടും ഈ ഭരണഘടന സമാദരവോടുകൂടി പെരുമാറും. സമത്വമാണ് ആദർശം, സമത്വമാണ് ആശയം. എന്ത് മനോഹരമായ ആശയമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതേ ഭരണഘടനയിൽ 15-ാം വകുപ്പിൽ ഇത് പറയുമ്പോ 25-ാം വകുപ്പ് എത്തുമ്പോഴത്തേക്ക് കോൺഗ്രസുകാരുടെ തനി നിറം വെളിച്ചത് വരികയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വരികയാണ്. എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശം? ഭരണഘടന എല്ലാവരും ഒരുപോലെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്താ പ്രത്യേക അവകാശം? ജസ്റ്റിസ് KT തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യൂനപക്ഷം ഒരാളെ കണക്കാക്കണമെങ്കിൽ അവർക്ക് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ആ ന്യൂനതകളുള്ള ആളുകളെയാണ് ന്യൂനപക്ഷം എന്ന് കണക്കാക്കേണ്ടത്. ഇവിടെ ഹിന്ദുവിനില്ലാത്ത എന്ത് ന്യൂനതയാണ് ഇവിടെ മുസ്ലിമിനുള്ളത്? പറയണം. ഒരു ചെറിയ ന്യൂനത അവര് ബോധപൂർവ്വം ഉണ്ടാക്കി വെച്ച ഒരു ന്യൂനതയുണ്ട്. അക്കാര്യം നമ്മൾ ഉത്തരവാദിയല്ല. ബാക്കി എന്ത് ന്യൂനതയുള്ളത് എന്ന് പറയണം. ഹിന്ദുവിന് ഇല്ലാത്ത എന്ത് പരാധീനതയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹിന്ദുവിന്റെ അവസ്ഥ എന്താണ്? ഈ നാട്ടിൽ ഹിന്ദുവിന്റെ അവസ്ഥ, ഇവിടുത്തെ വ്യാവസായിക രംഗത്ത്, കച്ചവടത്തിന്റെ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, വരുമാനത്തിന്റെ രംഗത്ത് ഇവിടെ എല്ലാവരും അംബാനിമാരും അദാനിമാരാണല്ലോ ഈ നാട്ടിലുള്ളത്. ഹിന്ദുക്കൾ എല്ലാവരും, മുസ്ലിങ്ങൾ എല്ലാവരും നശിച്ച് മേറാണക്കല്ല് തോണ്ടിയവരാണല്ലോ. എന്താ മാനദണ്ഡം? മുസ്ലിമായി ജനിച്ചവന് പ്രത്യേക പരിഗണനയും സംവരണവും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്തടിസ്ഥാനത്തിലാണ്? എന്നിട്ട് മലയാളത്തൊന്ന് വീമ്പിളക്കുകയാണ്. ഹിന്ദുവിനെ വഞ്ചിച്ചിട്ട്, ഹിന്ദുവിനെ ചവിട്ടി തേച്ചിട്ട്, ഹിന്ദുവിനെ ഈ നിലയിൽ നരകയാതനയിലേക്ക് തള്ളിവിട്ടിട്ട്, അങ്ങനെ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദുക്കളെ, അവശേഷിക്കുന്ന ഹിന്ദുക്കളെ ഈ നിലയിലേക്ക് തള്ളിവിട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് നാറിയ കോൺഗ്രസ് എന്ന്. ആ കോൺഗ്രസ് ആണ് ഈ അവസ്ഥയിൽ ഹിന്ദുക്കളെ തള്ളിവിട്ടത്. പാകിസ്ഥാനിൽ അന്നുണ്ടായിരുന്നത് 1951 കണക്ക് പ്രകാരം
7,51,00,000 ആളുകളാണ് അന്നുണ്ടായിരുന്നത്. ഇന്നത് 24 കോടിയാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ 24 കോടിയാണ് അവിടെ ഉള്ളത്. അന്ന് 18% ഉണ്ടായിരുന്ന ഹിന്ദു ഇപ്പോ 2%. പാകിസ്ഥാൻ, അതായത് പകുതിയായി ഹിന്ദുക്കൾ മാറിയിരിക്കുകയാണ്. പക്ഷെ മുസ്ലിങ്ങൾ 3.5 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഉണ്ടാകുന്ന സമയത്ത് 1971 ആകെ 6,84,00,000 ആളുകളാണ് ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിന്. അതിൽ ഹിന്ദുക്കൾ 23%. ഇന്നിപ്പോ ഹിന്ദുവിന്റെ ശതമാനം 7.95%. അതായത് 1/3 കുറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ആകെ ജനസംഖ്യ 18 കോടിയുടെ അടുത്താണ് 2023 കണക്കനുസരിച്ച്. അതായത് മുസ്ലിം ജനസംഖ്യ 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു, ഹിന്ദു ജനസംഖ്യ 1/3 കുറഞ്ഞിരിക്കുന്നു. ചിത്രം വ്യക്തമാണ്. എന്താ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ? ഇവിടുത്തെ ന്യൂനപക്ഷ സംരക്ഷണം, ന്യൂനപക്ഷ വേട്ട, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അസഹിഷ്ണുത, ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നു, ന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥികളാക്കുന്നു എന്ന് രാമാനം പുറത്ത് കയറി ന്യൂനപക്ഷം എന്ന് പറയുന്ന ആളുകൾ മറുപടി പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷത്തിനെയും ദുർഗതി വന്ന് അന്നുണ്ടായിരുന്ന ജനസംഖ്യ അവിടുത്തെ മുസ്ലിങ്ങൾ സ്നേഹിച്ച് നക്കി തുടച്ച് അവിടുത്തെ ഹിന്ദുക്കൾ ഇതുപോലെ 3-1, 10-1 കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് പറയണം. ഈ നരകത്തീയിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇപ്പൊ കൈ കഴുകിയല്ലേ? ഒരക്ഷരമുണ്ടോ മിണ്ടുന്നോ? 4 ദിവസം അദാനി എന്ന് വിളിച്ചു പറയായിരുന്നു പാർലമെന്റിൽ. ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ ലേബർ പാർട്ടിയുടെ എംപിമാരും കൺസർവേറ്റീവ് പാർട്ടിയുടെ എംപിമാരും പ്രതിപക്ഷവും ഭരണപക്ഷവും അതിശക്തമായി ബംഗ്ലാദേശിലെ വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തി. ഇംഗ്ലണ്ടിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ചെയ്തു. അവർ പാർലമെന്റ് നടത്താൻ സമ്മതിക്കുന്നില്ല. അവർക്ക് അദാനിയാണ് വിഷയം. അപ്പൊ ഇന്നലെ വരെ പ്രശ്നമായിരുന്നു. ചർച്ച നടത്തി, ഇന്ന് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഉന്നയിക്കാമെന്ന് സ്പീക്കർ ധാരണയാക്കി. ഇന്ന് നമ്മുടെ രാഗ എവിടെയായിരുന്നു? പിങ്കി എവിടെയായിരുന്നു? ഇവർ രണ്ടാരും എവിടെയായിരുന്നു? അവർ പാർലമെന്റിൽ പോയെന്ന്. ഇന്ന് അവർ പാർലമെന്റിൽ നിന്നില്ല. കാരണം പാർലമെന്റിൽ നിന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യം പറയേണ്ടി വരും. അതുകൊണ്ട് നേരെ അവർ വെച്ച് പിടിച്ചു സംബാലിലേക്ക്. UP അതിർത്തിയിൽ വെച്ച് പോലീസിന്റെ ഇടയ്ക്ക് പോയി നാടകം കളിച്ചു. ആ നാടകം കളിച്ച് തിരിച്ചു വന്നു. ഇത് പാർലമെന്റ് പോകണ്ടല്ലോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി മിണ്ടണ്ടല്ലോ. മിണ്ടിയാൽ വയനാട്ടിൽ ഇപ്പൊ കുത്തിക്കൊടുത്ത ആളുകളുണ്ടല്ലോ, കയറ്റിക്കൊടുത്ത ആളുകളുണ്ടല്ലോ, ജയിപ്പിച്ച ആളുകളുണ്ടല്ലോ. ആ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ പീഡനം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് മിണ്ടാൻ പോലുമുള്ള ധൈര്യം കാണിക്കാതെ, അതുകൊണ്ടാണല്ലോ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തെറ്റിയത്. അവരിന്നലെ പറഞ്ഞു എന്താ ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടാത്തത്, നിങ്ങൾ എന്താ അദാനി എന്ന് മാത്രം പറയുന്നത് എന്ന് പറഞ്ഞ് അവർ മാത്രം ഇന്നലെ ഉന്നയിച്ചു. ആരാണ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ധാർമ്മികമായി ബാധ്യസ്ഥർ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് ആണ്. കാരണം അവിടുത്തെ ഹിന്ദുക്കളെ ഈ നിലയിലാക്കിയത് നെഹ്റുവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ജുഗുപ്സമായ അധികാരാർത്ഥി കൊണ്ട് നരകത്തീയിലേക്ക് തള്ളിയിട്ട കോൺഗ്രസ് ആ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. തീർന്നില്ല. ബംഗ്ലാദേശ് ആരാണ് ഉണ്ടാക്കിയത്? അവർ നശിച്ചോട്ടെ എന്നും വിചാരിക്കാം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ട് മാന്യമായ പരിഹാരം ഉണ്ടാക്കാം. ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെന്റ് പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. ഇന്ത്യൻ പട്ടാളം പ്രശ്നത്തിൽ ഇടപെട്ടു. പാകിസ്ഥാനെ കീഴടക്കി. ധാക്ക വരെ ഇന്ത്യൻ പട്ടാളെത്തി.
100,000-ഓളം പട്ടാളക്കാർ ആയുധം താഴെ വെച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ മുമ്പിൽ മണ്ണിൽ കമിഴ്ന്നു കിടന്നു. ആ പോരാട്ടത്തിനിടയിൽ 4000 ഭാരതത്തിന്റെ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ്. പാകിസ്ഥാൻ അടിയറോ പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഇത്രയും പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങിയ സംഭവം വേറെ ഉണ്ടായിട്ടില്ല. എന്തൊരു സുവർണാവസരമായിരുന്നു. പാകിസ്ഥാൻ അപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ആസാദ് കാശ്മീരുണ്ട്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ആസാദ് കാശ്മീർ പാകിസ്ഥാൻ തരാൻ നിർബന്ധിതമാണ്. കാരണം അവരുടെ മുഴുവൻ നിയന്ത്രണവും നമ്മുടെ കയ്യിലാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന എന്തോ അവർക്ക് തരേണ്ടി വരും. ഇനി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉറപ്പു നൽകണം എന്നിവിടെ കോൺഗ്രസ് പറഞ്ഞോ? പറഞ്ഞില്ല. കീഴടങ്ങിയ എല്ലാവരെയും വെറുതെ വിട്ട് ഒരു ബീഗുകൾ അടിച്ചിട്ട് എബോട്ട് ടേൺ തിരിച്ചിട്ട് പട്ടാളത്തെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഫീൽഡ് മാർഷൽ മനേക് ഷാ പിന്നീട് പറഞ്ഞത്, സൈന്യം പൊരുതി നേടിയ വിജയം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം വിളിച്ചു കളഞ്ഞു. പൊരുതി നേടിയ വിജയമായിരുന്നു. ജവാന്മാരുടെ ചോര കൊടുത്ത് നേടിയ വിജയമായിരുന്നു. നമ്മുടെ ഏത് തരത്തിലുള്ള ഇംഗിതവും ആവശ്യവും നടപ്പാക്കാൻ പറ്റുന്ന സന്ദർഭമായിരുന്നു. എന്നിട്ടും ഒരാവശ്യവും ഉന്നയിക്കാതെ ബംഗ്ലാദേശിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് തിരിച്ചു വരികയാണ്. ഇവിടെ ഇത്രയും പേരുണ്ട്. അന്ന് 22% ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ പാകിസ്ഥാനിൽ പീഡിപ്പിച്ചതുപോലെ നിങ്ങൾ പീഡിപ്പിക്കരുത്, അവർക്ക് ഭരണഘടനാ ദത്തമായ പരിരക്ഷ കൊടുക്കണം എന്ന് അന്ന് മാന്യമായി നമുക്ക് ആവശ്യപ്പെടാമായിരുന്നു. കാരണം ആ രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ്. മുജീബുർ റഹ്മാൻ അന്ന് നെഹ്റു പറഞ്ഞാൽ എന്തു മത്സരിക്കുമായിരുന്നു, അതായത് ഇന്ത്യ പറഞ്ഞാൽ എന്തു മത്സരിക്കുമായിരുന്നു. ഒരു കാര്യവും പറഞ്ഞില്ല. കാരണം ഹിന്ദുക്കളുടെ കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു താല്പര്യവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അവരെ ചവിട്ടി മതിക്കുക, അവരെ ചവിട്ടി ഇറക്കുക എന്നുള്ളത് ഒരു ക്രൗര്യ വിനോദമായിരുന്നു കോൺഗ്രസിന് എന്നും ഉണ്ടായിരുന്നത്. മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അത് ആസ്വദിക്കലായിരുന്നു കോൺഗ്രസിന്റെ രീതി, കോൺഗ്രസിന്റെ നീതി. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരക്ഷരം വേണ്ടിയില്ല. അങ്ങനെ അവര് തിരിച്ചു വന്നതിന് ശേഷം ഇപ്പൊ കുറെ വർഷങ്ങളായി അവിടുത്തെ ഹിന്ദുക്കൾ 22% ഉള്ളത് 7% എത്തി. ആ 7% എത്തിയപ്പോ ബാക്കിയുള്ളത് എന്ത് സംഭവിച്ചതാ? മുസ്ലിങ്ങളെങ്കിലെ 3 ഇരട്ടിയാവുന്നത്. അപ്പൊ അവിടെ പ്രകൃതി വരുന്നുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ ആകാശത്ത് നിന്നെന്തെങ്കിലും ദുരിതപ്പേമഴ ഉണ്ടായി, എല്ലാം ഒലിച്ചു പോയിട്ടാണോ? അല്ലെ പ്ലേഗും അതുപോലെ തന്നെ കോളറയും വന്ന്, അല്ലെ കൊറോണയും വന്ന് മരിച്ചു പോയതാണോ? മരിക്കുന്നുണ്ടെല്ലാം മരിക്കൂലേ? കൊന്നൊടുക്കിയതാണ്. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയാണ്. ഇതൊന്നും പറ്റാത്തതിന് ആട്ടിയോടിച്ചതാണ്. അങ്ങനെ ആട്ടിയോടിച്ച് ഭാരതത്തിലേക്ക് വന്ന കുറച്ചുപേരുണ്ട്. അങ്ങനെ വന്നവർ വളരെ വളരെ ഈ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അങ്ങനെ ആട്ടിയോടിക്കപ്പെടുന്ന മതപരമായ പീഡനം നിമിത്തം അവിടെ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മുസ്ലിങ്ങളുടെ മതവറി കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ജീവനും പ്രാണനും മാനവുമായി അവിടുന്ന് രക്ഷപ്പെട്ട് ഇപ്പോഴത്തേക്ക് അവർക്ക് ഓടിപ്പോകാൻ വേറൊരു മണ്ണില്ലാത്തതുകൊണ്ട് ഈ മണ്ണിലേക്ക് വന്നിട്ട് 1954 മുതൽ 50 മുതൽ ഇവിടെ അഭയാർത്ഥികളായ ആകാശം മേൽക്കൂരയാക്കിയ അങ്ങനെ കഴിയുന്ന നരകയാതന അനുഭവിക്കുന്ന പുഴുക്കളെ പോലെ കഴിയുന്ന മനുഷ്യർക്ക് അഭിമാനപൂർവ്വം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു പൗരത്വം നൽകാൻ വേണ്ടിയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്. അപ്പോഴാണ് ഇവരറിഞ്ഞത് അങ്ങനെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ഉപ്പാന്റെ രേഖ ചോദിക്കുകയാണ് നിങ്ങള്, നമ്മളെ ഉമ്മാന്റെ കടലാസ് ചോദിക്കുകയാണ് നിങ്ങള്. ഞങ്ങൾ എവിടുന്നാ കൊണ്ടുവരാന്ന് പറഞ്ഞൊരു തലയെ കെട്ടുകാരൊക്കെ ഇറങ്ങിയത് ഓർമ്മയില്ലേ? രാജ്യം മുഴുവൻ കലാപത്തി പടർത്തിയ ഓർമ്മയില്ലേ? ഡൽഹിയിലൊക്കെ കലാപം ഉണ്ടാക്കിയിട്ട് 100 കണക്കിന് ആളുകൾ കലാപത്തിയിൽ വെന്തരിഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ ഈ കേരളത്തിലൊക്കെ എന്തായിരുന്നു അവസ്ഥ? ഹിന്ദു കടകളൊന്ന് സാരം പഠിക്കാൻ പാടില്ല, ഹിന്ദുവിനോട് മിണ്ടാൻ പാടില്ല, ഹിന്ദുവിനെ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ. ഇവിടെ സ്ഥാനാർത്ഥിയായി ഒരുത്തൻ ബോർഡ് വെച്ചവല്ലേ? പൗരത്വ
പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നവരെ ഞാൻ ചികിത്സിക്കുന്നതല്ല. ഇത് അറിഞ്ഞിട്ടാണോ ഇത് കേട്ടിട്ടാണോ എന്നറിയില്ല. ഇപ്പോ കൽക്കട്ടയിലെ ഒരു ആശുപത്രിക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കാന്ന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരൊറ്റ ഒരുത്തരെയും നമ്മൾ അവിടുത്തെ മുസ്ലിങ്ങളെ ഞങ്ങളും ചികിത്സിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സരിൻ നീണാൾ വാഴട്ടെ, സരിന്റെ ആശയവും നീണാൾ വാഴട്ടെ എന്നീ പറയാനുള്ളൂ. അപ്പോ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഏത് ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് കേരളത്തിലല്ലെങ്കിൽ ബംഗാളിൽ ഉണ്ടാവും. കാരണം ഇത് രണ്ടും ഏകദേശം സമാനമായി ചിന്തിക്കുന്ന നാടുകളാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഏത് അവിടുന്ന് രക്ഷയില്ലാതെ വരുന്ന ആളുകളെ ഇവിടെയും രക്ഷിക്കാൻ പാടില്ല, അവർക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല. ഈ മുസ്ലിങ്ങൾ എത്രമാത്രം പകയുള്ളവരാണ്, വൈരാഗ്യമുള്ളവരാണ്, മതസ്പർദ്ധയുള്ളവരാണ്, എത്രമാത്രം ഭീകര ചിന്താഗതിയുള്ളവരാണ് അവര് എന്നുള്ളതിന് ഇതിലപ്പുറം ഉദാഹരണമുണ്ടോ? അവർക്ക് എന്ത് നഷ്ടമാണ്, അവരുടെ എന്ത് നഷ്ടമാണ് ഇവിടെ ഉണ്ടാവുന്നത്? അവരുടെ ഉപ്പാപ്പമാരെ അവിടുന്ന് ആട്ടി ഓടിച്ച ആളുകളായവര്. അവിടെ നിൽക്കാൻ പറ്റാതെ അവരുടെ ഭൂമിയും അവരുടെ മണ്ണും അവരുടെ കൃഷിസ്ഥലവും അവരുടെ കുടുംബവും സർവ്വം ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് തലക്കെട്ടുകാർ ഓടിച്ചതാണ് ഇവരെ. എന്നിട്ട് അവരെ ഇവിടെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാണ്ട് ഇറങ്ങുമ്പോ അവരുടെ മനോഭാവം എന്താണ്? അവരെ അവിടുന്ന് വളർന്നാണ്, അല്ല ഇവിടുന്ന് നരകിച്ച് ചാകണമെന്നാണ്. ഇത്രയും ദുഷ്ടബുദ്ധി ലോകത്തേതെങ്കിലും ഒരു ജനസമൂഹത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇവിടുത്തെ കപട മതേതരവാദികളൊക്കെ അതിന് ഹല്ലേലൂയ പറഞ്ഞിട്ട് കൂടെ തന്നെ ആയിരുന്നില്ലേ? എല്ലാം ഒരുമിച്ചായിരുന്നില്ലേ? അതുകൊണ്ടാണ് അവരപ്പുറത്തേക്ക് പോയത്. രണ്ട് ബംഗ്ലാദേശിനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുസൃതമായ, അവർക്ക് അർഹമായ ന്യായമായ പരിരക്ഷ അവരുടെ ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്നതിൽ കോൺഗ്രസ് ശ്രമിക്കാത്തത്, അവർ പരിശ്രമിക്കാത്തതാണ്. കാരണം അവർക്ക് പറയാലോ, ഞങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾ ഭരണഘടനയിൽ അവകാശം നൽകുന്നുണ്ട്. മുണ്ടിയോ? അതിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞോ? ഇല്ല. ഇപ്പൊ എന്നിട്ട് അതേ ബംഗ്ലാദേശ് അവിടെ ഹിന്ദുക്കളെ വേട്ടയാടുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സമരം എങ്ങനെയാണ് തുടങ്ങിയത്? ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞു, സമരം തുടങ്ങിയത് ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ ബംഗ്ലാദേശിന്റെ ഇവിടുത്തെ ഷെയ്ഖ് ഹസീനയുടെ അന്നത്തെ മുജീബ് റഹ്മാന്റെ പാർട്ടി, ആ പാർട്ടി അവിടെ അവരുടെ ജോലിയിൽ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഒരു സംവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാട് ഭരണഘടനയിൽ വെച്ചു. ഹിന്ദുക്കൾക്ക് സംവരണം വെച്ചിട്ടില്ലെങ്കിലും ന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരവർ പാർട്ടിക്ക് സംവരണം വെച്ചു. അതിന്റെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. നമ്മളതിലെന്താ ഉത്തരവാദി? അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പിഴച്ചു. അതിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആ പാർട്ടി അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പിഴച്ചു. അതിനെതിരായി അവിടെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ റിസർവേഷൻ ഇവിടെ വന്നത്. അവിടുത്തെ സുപ്രീം കോടതി അനുവദിച്ചിട്ടാണ് വന്നത്. പക്ഷെ സമരം നടത്തി. അതിന്റെ സമരത്തിന്റെ മൂർധന്യത്തിൽ കേസ് കോടതിയിലെത്തിയപ്പോ കോടതി ആ സമരം റദ്ദാക്കി. റദ്ദാക്കിയ ഒരു സമരക്കാരുടെ ആവശ്യം എന്താണ്? സംവരണം റദ്ദാക്കണം. സംവരണം റദ്ദാക്കിയപ്പോ സമരം തീരുന്നില്ല. കോടതി ആ ഉത്തരവ് ഇറക്കിയതിന്റെ പിറ്റേന്ന് മുതൽ, അതാണ് ഞാൻ 6 മാസം പറഞ്ഞ, ആ ഉത്തരവ് വന്നിട്ട് കൃത്യം 6 മാസം ആവുകയാണ്, ജൂണിലാണ്. പിറ്റേന്ന് മുതൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം തുടങ്ങി. ആദ്യം അമ്പലങ്ങൾ കയറി ആക്രമിക്കാൻ തുടങ്ങി, പിന്നെ ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ തീയിടാൻ തുടങ്ങി. ധാക്കയിലൊക്കെ ധാരാളം കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരുടെ കടകളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ സർക്കാരിനെതിരായിട്ട് ആരംഭിച്ച സമരം എങ്ങനെയാണ് നിരാലംബരായ നിരപരാധികളായ അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരായിട്ട്, ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപത്തിയായി പടർന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോ അതിനു പിറകിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ നിരോധിച്ച ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പീഡനത്തെയും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വംശഹത്യയ്ക്കും നേതൃത്വം നൽകിയതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ സർക്കാർ നിരോധിച്ചിരുന്നു. അവര് പരസ്യമായി രംഗത്തിറങ്ങി. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, അതിന്റെ അതേ സഹോദരന്മാർ ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ മീഡിയ വൺ ചാനലിലൊക്കെ, അവരുടെ മാധ്യമം പത്രമൊക്കെ എന്താ
അവരുടെ ജനാധിപത്യ ബോധവും പൗരാവകാശ താല്പര്യവും അവരുടെ വൈകുന്നേരത്തെ അടുപ്പുമുട്ടി ചർച്ചയും അവരുടെ പിന്നടിയന്തരൊക്കെ കേട്ടാൽ തോന്നുക അവരെന്തൊരു മര്യാദ രാമന്മാരാണ് എന്നാണ്. എന്തും മര്യാദ രാമന്മാരാണോ? ഇവിടെ സംഘപരിവാറിന്റെ ഹിംസാത്മക രാഷ്ട്രീയത്തെ കുറിച്ചും ഹിന്ദുത്വ ഫാഷിസത്തിന്റെ കരാള ദംഷ്ട്രകൾ നീണ്ടുവരുന്നതിനെ കുറിച്ചും ഇവിടെ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്ന വേട്ടയാടലിന്റെ കരാളതയെ കുറിച്ചൊക്കെ അവരങ്ങനെ കണ്ണീരൊഴുക്കുന്നു കണ്ടാൽ മുസ്ലിങ്ങൾ ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ബോലോ തക്ബീർ വിളിക്കത്തക്ക രീതിയിലുള്ള വർഗീയതയുടെ എല്ലാ തരത്തിലുള്ള അവതരണവും നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തുന്നത്, ക്ഷേത്രങ്ങൾ പൊളിക്കുന്നത്. അവർ വളരെ തന്ത്രപരമായാണ്. മാധ്യമത്തിൽ ഫോട്ടോ വരും ഇടയ്ക്ക്. ധാക്കയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന ഫോട്ടോ. ആദ്യം ഒരു 10-50 ആൾ ഒരു ഫോട്ടോ എടുക്കും ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കും. എന്നിട്ട് ബാക്കിയുള്ള ആളും കൂടി വിളിച്ചിട്ട് ക്യാമറമാൻ പോയി കഴിഞ്ഞ ഉടനെ അമ്പലം തട്ടി വിളിക്കും. ഇവരെല്ലാവരും ചേർന്ന് ഫോട്ടോ ഇവിടത്തേക്ക് ഇന്ത്യയിലേക്ക് വരും. പൊളിക്കുന്ന ഫോട്ടോ ആരും എടുക്കില്ല. അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് പലപ്പോഴും. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പിന്നെ അത്തരം ഫോട്ടോകളൊന്നും ഇവിടെ വർജ്യമാണല്ലോ. ഇത് അൽ കേരളം എന്നറിയപ്പെടാൻ ആരംഭിച്ചത് തൊട്ട് അത്തരം വാർത്തകളൊന്നും ഇവിടത്തേക്ക് വരില്ലല്ലോ. സ്വാമികളെ അറസ്റ്റ് ചെയ്ത വാർത്ത 4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പത്രങ്ങളൊന്നും. സ്വാമികളെ അറസ്റ്റ് ചെയ്ത വാർത്തയെ കുറിച്ച് നമ്മൾ അറിയുന്നത് ആദ്യമായിട്ട് പുറത്തുവിടുന്നത് മീഡിയ വൺ ചാനലാണ് മലയാളത്തിൽ. അവർ പറഞ്ഞത് അതിനെ തുടർന്ന് അവിടെ സംഘർഷത്തിൽ ഒരാൾ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടത്, അയാൾ ഒരു മുസ്ലിമാണെന്നാണ് അവരുടെ ചർച്ചയിൽ പറയാം. ഹിന്ദുവിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു മുസ്ലിമാണ്. അപ്പൊ നമ്മൾ എന്താണ് വരിക? ഹിന്ദുക്കൾ മുസ്ലിമിനെ കൊല്ലുന്ന. ഈ മുസ്ലിം ഏതാണെന്നറിയോ? ഈ മുസ്ലിം ഈ സ്വാമിയുടെ അനുയായിയായ അദ്ദേഹത്തിന് വേണ്ടി കേസ് കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കാൻ പോയതാണ്. അയാളാണ് ഇവർ കൊന്നത്. അപ്പൊ അയാളെ കൊന്നിട്ട് അയാളെന്താ പറയുന്നത്? അയാളെ വക്കീലാണെന്നോ അങ്ങനെയാണ് കൊന്നതെന്നോ പറയോ? അത് പറയില്ല. പറയുന്നത് കലാപത്തിലായ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിമാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. ഹിന്ദു ഒക്കെ അവിടെ സുഭിക്ഷം സഭിക്ഷം അവിടെ ഇങ്ങനെ സുഖമായി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു ബിരിയാണി, ഉച്ചക്കൊരു ബിരിയാണി, രാത്രി 2 ബിരിയാണി കഴിച്ചുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ അങ്ങനെ സസുഖം വാഴുകയാണ് എന്നാണ് അവർ പറയുന്നത്. ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ പോയ അഭിഭാഷകരെ കൊല്ലുകയാണ്. രണ്ടാമത് ഹർജി ചെയ്യാൻ പോയിട്ടുള്ള അഭിഭാഷകരെ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച വെന്റിലേഷനിലാണ്. അപ്പൊ ഇനി ആരാണ് അയാൾക്ക് വേണ്ടി കോടതിയിൽ പോവാ? ആരും കോടതിയിൽ പോകാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പോയാൽ കൊല്ലുമെന്നാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ജനാധിപത്യ വിസ്മയം. ഒരു വിസ്മയം എന്നാ പറയാ. അഫ്ഗാനിസ്ഥാനിൽ ഒരു വിസ്മയം ഉണ്ടായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവിടെ താലിബാൻ അധികാരം പിടിച്ചപ്പോ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിസ്മയം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അവരുടെ വിസ്മയമാണ്. ജനാധിപത്യം അങ്ങനെയാണ് അവർ നടപ്പാക്കുന്നത്. അവരുടെ മതേതരത്വം അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ നിർലജ്ജം, ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ ന്യായം. ഇവിടെ ഏതെങ്കിലും സംഭവം, ഏതെങ്കിലും ഈ 145 കോടി ജനങ്ങളുടെ ഭാരതത്തിൽ 24 കോടിയാണ് ഇപ്പൊ പാകിസ്ഥാനിലെ ജനസംഖ്യ. ബംഗ്ലാദേശിലെ 17.25 കോടി. നമ്മുടെ നാട്ടിലെ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് പാകിസ്ഥാനിലേക്കാളും 1 കോടി ജനസംഖ്യ, 25 കോടിയാണ് ഈ ഉത്തർപ്രദേശിലെ ജനസംഖ്യ. ഒരു സ്റ്റേറ്റിലെ ജനസംഖ്യ ഉത്തർപ്രദേശിലെ പാകിസ്ഥാനേക്കാളും കൂടുതലാണ്. ബംഗ്ലാദേശിനേക്കാളും 8 കോടി ജനസംഖ്യ അധികമാണ് ഉത്തർപ്രദേശിൽ. അവിടെ ഏതെങ്കിലും ഒരു കാക്ക തൂറിയാൽ പിന്നെ ഇവിടെ പ്രതിഷേധമാണ്. അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ഒരു അയൽക്കാരൻ മറ്റവനെ നേരെ നോക്കി, അപ്പോ ഒരു ദളിതന് നേരെ നോക്കി, അയാളുടെ ആ നോക്കിയതിനെ തുടർന്ന് ആ ദളിതൻ മൂത്രമൊഴിച്ചു, ആ മൂത്രം ഇത്ര ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രതിഷേധം. അങ്ങനെ ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കാൻ, വർഗീയ സ്പർദ്ധയുണ്ടാക്കാൻ, ജാതി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരിപ്പോ തങ്ങളുടെ മതക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പീഡനത്തെ കുറിച്ച് ഒരു അക്ഷരം ഇടുന്നുണ്ടോ? മിണ്ടിയോ? എവിടെയെങ്കിലും മിണ്ടിയോ? ആരെങ്കിലും മിണ്ടിയോ? നമ്മുടെ ഈ കേരളീയർക്ക് പരിചിതമാണല്ലോ, പാലക്കാട് നടന്നിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ പൗരത്വത്തിന്റെ വമ്പിച്ച സമരങ്ങൾ നടന്നു.
പിന്നെ നടന്നത് മലബാർ കേന്ദ്രീകരിച്ച് ആദ്യം മാർക്സിസ്റ്റുകാരാണ് രംഗത്തിറങ്ങിയത് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അവര് തങ്ങന്മാരെല്ലാം പിടിച്ച് സമസ്തക്കാരെല്ലാം പിടിച്ചിട്ട് അവര് സമ്മേളനങ്ങൾ നടത്തി. കൊമ്പന് പുറകെ മോളാന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ UDF രംഗത്തിറങ്ങി. അവര് മറ്റേ തങ്ങളെ പിടിച്ചിട്ട് അവരും പലസ്തീൻ രക്ഷിക്കാൻ വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് വലിയ മതേതരക്കാരനായ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ശശി തരൂർ എന്ന് പറഞ്ഞ ഒരാൾക്ക് കോഴിക്കോട് സമ്മേളനത്തിൽ പരസ്യമായി ലോകത്ത് നടന്നൊരു സംഭവം, അതായത് ഇസ്രായേലിലേക്ക് കയറി അങ്ങോട്ട് അടിച്ചിട്ടാണ് 1200 1300 ആളുകളെ കൊന്നതാണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു ഗാനമേള നടക്കുന്നിടത്തേക്ക് ചെന്നിട്ട് 327 സ്ത്രീകളെയും കുട്ടികളെയും പാട്ട് പാടുന്നവരെയും കേൾക്കുന്നവരെയും മുഴുവനിടത്തിനെയും മരിഞ്ഞും വെടിവെച്ചും കുത്തിക്കൊന്നും തീർത്തതൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞതാണ്. അത് ഈ ഫലസ്തീൻകാർ അങ്ങോട്ട് ചെയ്തതാണ്, ഹമാസുകാർ ചെയ്തതാണ്. ഫലസ്തീൻകാർ മുഴുവൻ പറയാൻ പറ്റില്ല, ഹമാസുകാർ, അവരുടെ തീവ്രവാദ സംഘടനയാണ് ഹമാസ്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ അവിടുത്തെ വേർഷനാണ്. അപ്പൊ അവരാണ് ചെയ്തത് എന്ന് ശശി തരൂർ പറഞ്ഞപ്പോ പിന്നെ ശശി തരൂരിന്റെ അതുവരെ അവർ പറഞ്ഞത് കേരള മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ മുസ്ലിം ലീഗൊക്കെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇദ്ദേഹത്തെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സത്യം പറഞ്ഞപ്പോ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തിന് വേണ്ട. ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടന്നു. ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-മാരും ഇവിടെ മുമ്പിലൊന്നും വന്നിട്ടില്ലെങ്കിലും പിറകിൽ ബേക്കറിയുടെയെങ്കിലും നിന്നിട്ട്, വീടിന്റെ ബേക്കിൽ നിന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പം കേൾക്കുന്നുണ്ടാവല്ലോ ചില പുള്ളികൾ, അവരോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരോട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന പീഡനത്തിനെതിരെ പാലക്കാട് അങ്ങാടിയിൽ ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ട് ഒരു ജാഥ നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ചോരയും ബംഗ്ലാദേശിലെ ഹിന്ദുവിന്റെ ചോരയും ഒന്ന് തന്നെയാണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത സമയത്ത് നല്ല റോക്കറ്റ് വിട്ട പോലെ നെറ്റിയിൽ നല്ല കുറിയെല്ലാം വരച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, അമ്പലങ്ങൾ ഇടിച്ചു നിരത്തുന്ന, അവിടുത്തെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ പെട്രോളിച്ച് കൊല്ലുന്ന ഏറ്റവും ഭീകരമായ സാഹചര്യം അവിടെ നടക്കുമ്പോൾ നിങ്ങളൊരു ജാഥ പാലക്കാട് അങ്ങാടിയിലൂടെ നടത്തുമോ? ശ്രീകണ്ഠന്റെ നേതൃത്വം നടത്തുമോ? ബാലേട്ടന്റെ നേതൃത്വം നടത്തുമോ? ധൈര്യമുണ്ടോ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് പകർന്നു തന്ന മുലപ്പാലിന്റെ അംശമെങ്കിലും കുടലിലുണ്ടെങ്കിൽ, അച്ഛന്റെ ചോരയുടെ അംശമെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കാൻ നടത്താൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നടത്താത്തത്? അപ്പൊ നിങ്ങൾക്ക് എന്താ ഒറ്റക്കണ്ണ്? നിങ്ങളെന്താ ഒറ്റക്കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുന്നത്? അവിടെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തിനെതിരായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് രംഗത്തിറങ്ങാത്തത്? നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് പേടിക്കേണ്ടത് ഒരു വിഭാഗത്തെ മാത്രമാണോ? ഹിന്ദു ജന്തു ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് പേടിയില്ലാത്തത്? ഹിന്ദു ജന്തു ആയതുകൊണ്ടാണോ നിങ്ങൾ പ്രതികരിക്കാത്തത്? എന്താ നിങ്ങൾ മിണ്ടാത്തത്? അതോ ഹിന്ദുവിനെ എപ്പോഴും പറ്റിക്കാൻ പറ്റും എന്നാണോ? അതുകൊണ്ടാണോ? ഹിന്ദുവിനെ എപ്പോഴും കബളിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാ നിങ്ങൾ മിണ്ടാത്തത്? എന്തുകൊണ്ടാ പ്രതികരിക്കാത്തത്? ആ സമയത്ത് കൊല്ലത്തിൽ ഒന്നാണ്, ഒരു പ്രശ്നമില്ല. എന്താണെങ്കിൽ അപ്പുറത്ത് മുസ്ലിങ്ങൾ അവരുടെ ആവശ്യമാണെങ്കിൽ മതിന് കഴിയില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. 150 മാറാട് 8 പേരെ കൂട്ടക്കൊല ചെയ്ത ചില ആളുകളെ ജനങ്ങൾ അവിടുന്ന് വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞു. 150 പേര് ഒറ്റക്കെട്ടായി അവരവിടെ താമസിപ്പിക്കണം, താമസിപ്പിക്കണം. പൗരത്വ നിയമം 150 ഒറ്റക്കെട്ട്. ഇപ്പൊ 150 പേര് ഒറ്റക്കെട്ട്. എന്തിനാണ്? വഖഫ് ഭേദഗതി ചെയ്യാൻ പാടില്ല. അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്?
കേരളത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ്? മുനമ്പത്താണ്. അവിടെ എന്താണ് പ്രശ്നം? അവിടെ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്തൊരു ഭൂമി ഒരു കള്ള സേട്ട് ഒരാളെ ചെല്ലുമ്പോൾ അവിടെ താമസക്കാരെ കണ്ടിട്ട് അവരെ ഇറക്കി വിടാൻ ഇവര് പറ്റാത്തതുകൊണ്ട് ഇവരെപ്പാട് അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്തു. പിന്നെ ചൊറയില്ലല്ലോ, അത് അള്ളാഹു നോക്കിക്കൊള്ളുന്നു. അതുകൊണ്ട് വഖഫ് ചെയ്തു. ഫാറൂഖ് കോളേജിൽ എഴുതി കൊടുത്തു. ഫാറൂഖ് കോളേജ് ഇറങ്ങി ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അവിടെ മീൻപിടുത്തക്കാരായ ഒരുപാട് ആളുകൾ താമസിക്കുകയാണ്. വർഷങ്ങളായി താമസിക്കും, തലമുറയായി താമസിക്കുന്ന അവരെ കുടിയിറക്കാൻ വേണ്ടി ഇവർക്ക് കഴിയില്ല. കേസായി. ആ കേസ് കോടതിക്ക് പുറത്തു വെച്ച് കോടതി ഉപയോഗിച്ച പോൾ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കമ്മീഷന്റെ മുഖാന്തരം ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിച്ചു. അതായത് കൈവശക്കാരായ മുഴുവൻ ആളുകളും അതിന്റെ വില ഫാറൂഖ് കോളേജിന് കൊടുത്താൽ ഭൂമി അവർക്ക് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. വില നിശ്ചയിച്ചു. അന്നത്തെ നല്ല വില. എരുതിയിലേക്കാക്കുന്ന ഇത്തരം നയങ്ങളും നടപടികളുമായിട്ട് മുന്നോട്ട് വന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അതിലൊന്നും തൊട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ ലക്ഷദ്വീപിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പാളിന്റെ കാരണത്തടിച്ചു. അപ്പൊ ആ പ്രശ്നം അറിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അവിടെ പോയി. അപ്പൊ രാത്രിയാണ് അവിടെ പോയപ്പോ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോ ആരാ അടിച്ചതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അത് ഇവിടെ നിന്നുള്ള ചെക്കല്ല, ഞാൻ ചേടലേക്കന, ലക്ഷദ്വീപിലേക്കന. ഞാൻ ചോദിച്ചു, ലക്ഷദ്വീപിൽ നിന്ന് എങ്ങനെ മട്ടന്നൂർ പഠിക്കാൻ വരുന്നത് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അത് ST കോട്ടയിൽ വന്നാണ്. ഞാൻ ലക്ഷദ്വീപിൽ അങ്ങനെ ST കോട്ടയിൽ എങ്ങനെ വരിക? അവർ മുസ്ലിങ്ങളല്ലേ? പറഞ്ഞു, മുസ്ലിമാണ്. മുസ്ലിം എങ്ങനെ ST കോട്ടയിൽ വരികയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അലമാര തുറന്ന് പഴയ ഒരു സർക്കാരിന്റെ ഉത്തരവെടുത്ത് കാണിച്ചു. ആ സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ലക്ഷദ്വീപിലെ മുഴുവൻ മുസ്ലിങ്ങളും ഷെഡ്യൂൾഡ് ട്രൈബാണ്, പട്ടികവർഗമാണ്. അവർക്ക് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും ഉൾപ്പെടെ റിസർവേഷൻ, ST റിസർവേഷനിൽ അവർക്ക് കയറാം. നമ്മളെ പട്ടികവർഗക്കാരായിട്ടുള്ള കുട്ടികളൊന്നും മെഡിക്കൽ സീറ്റിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ ആ സീറ്റ് മുഴുവൻ ഇപ്പൊ കൈവശപ്പെടുന്നത്, ST സീറ്റ് മുഴുവൻ കൈവശപ്പെടുന്നത് ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന മുസ്ലിം കുട്ടികളാണ്. ഷെഡ്യൂൾ ട്രൈബിൽ പെടുത്തിയിരിക്കുകയാണ്. പട്ടികവർഗക്കാർ. മുസ്ലിങ്ങളിൽ ജാതി ഉണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ ഏകോദര സഹോദരങ്ങളല്ലേ? അതെ. പക്ഷെ എങ്ങനെ അതിന് പട്ടികവർഗം എങ്ങനെ വരുന്നത്? നമുക്ക് കാര്യം കിട്ടുമെങ്കിൽ നമ്മൾ ഏത് വർഗവും, സീറ്റ് കിട്ടുമെങ്കിൽ, സൗജന്യം കിട്ടുമെങ്കിൽ, സംവരണം കിട്ടുമെങ്കിൽ നമ്മൾ ഏത് വർഗവും. പട്ടികവർഗമാണ് ലക്ഷദ്വീപിലെ 100%. ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 50% ഒരു വിഭാഗത്തിനാണെന്ന്? സ്വകാര്യ മാനേജ്മെന്റ് ആണെങ്കിൽ, സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 50% മാനേജ്മെന്റാണ്. ഞാൻ ഈ പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതൊരു കേന്ദ്ര സർവകലാശാലയാണ്. അതിൽ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മതേതര രാജ്യത്താണെന്ന് ഓർമ്മിക്കണം. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 50% സീറ്റ് മുസ്ലിങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് കൊടുത്താണ്. പട്ടികവർഗക്കാർക്ക് എവിടെയെങ്കിലും ഇത്തരം സംവരണം ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വിഭാഗത്തിലുണ്ടോ? മുസ്ലിങ്ങൾക്ക് 50% റിസർവേഷനാണ്. അതിനെതിരായിട്ട് 1970-കളിൽ തന്നെ കേസ് പോയി അലഹാബാദ് ഹൈക്കോടതിയിൽ. ആ കേസിൽ അതിനെതിരായിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് കോടതി വിധിച്ചു. കാരണം കോടതി വിധിക്കാൻ കാരണം വെച്ചാൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമേ ന്യൂനപക്ഷത്തിന് ഇങ്ങനെ റിസർവേഷൻ അധികാരമുള്ളൂ എന്ന് ഹൈക്കോടതി ന്യായമായി വിധിച്ചപ്പോ അതിനെതിരായിട്ട് അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അത് ഒരു 5-അംഗ ബെഞ്ചിന് വിട്ടു. 5-അംഗ ബെഞ്ച് 10 കൊല്ലം പഠിച്ചപ്പോ അതൊരു 8-അംഗ ബെഞ്ചിന് വിട്ടു. 8-അംഗ ബെഞ്ച് 2009 ഒരു 9-അംഗ ബെഞ്ചിന് വിട്ടു. 9-അംഗ ബെഞ്ച് അതിനുശേഷം 2024 കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി അത് വീണ്ടും 3-അംഗ ബെഞ്ചിന് വിട്ടു. ഈ ബെഞ്ചുകൾ മാറി മാറി വിടുമ്പോ സംഭവം നടക്കുന്നുണ്ട്. 50% സംഭരണത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സ്റ്റേ ഇതുവരെ കൊടുത്തിട്ടില്ല.